മാംഗല്യം. രചന അവതരണം നന്ദു കൃഷ്ണ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ നല്ല മനസ്സോടെ സമ്മതിക്കണം. തന്റെ പിന്നാലെ നടന്നു വരുന്ന അച്ഛനെ നോക്കി അവൻ തിരിഞ്ഞു നിന്നു. ചേടാ, സമ്മതിച്ചെന്ന് പറഞ്ഞില്ലേ, ഇനി എന്താ അച്ഛന് വേണ്ടേ? എനിക്കെന്തോ നിന്നെ അങ്ങോട്ട് വിശ്വാസമില്ല. നീ ഇനിയാണെങ്കിലും ആ കൊച്ചിനെ കണ്ടാൽ ചാടിക്കടിച്ചുകൊണ്ട് ചെല്ലും. എടാ ഹരിക്കുട്ടാ, ആ മോളൊരു പാവാടാ. എല്ലാവരും അതിനെന്തൊരു സ്നേഹമാണെന്നറിയാമോ? പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിപ്പെണ്ണെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. നിനക്കറിയാമോ, അവൾ എന്തു പറഞ്ഞാലും നമ്മുടെ മോള് കേൾക്കും. അവളെ നല്ല പേടിയാണ്, അതുപോലെ സ്നേഹവും. ഞാൻ വിചാരിക്കുകയായിരുന്നു നമ്മുടെ മോളെ അടുത്ത മാസം മുതൽ കുറച്ചു ദിവസം അവളുടെ അടുത്ത് അക്ഷരം പഠിപ്പിക്കാൻ വിട്ടാലോ എന്ന്. ഇത്തിരി പേടിയുള്ളത് കൊണ്ട് അവിടെ ഇരുന്ന് പഠിച്ചോളും. ഞാൻ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ മണിക്കൂട്ടിയുടെ അടുത്ത് മോളെ വിടും കേട്ടോ. നീയും ഞാനും ഇത്രയും ദിവസം വിചാരിച്ചിട്ട് അവളെ എഴുതിപ്പിക്കാൻ പറ്റിയില്ലല്ലോ. ഇനി നോക്കിക്കോ. മണിക്കുട്ടി അവളെ വൃത്തിയായിട്ട് അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് നമ്മുടെ കയ്യിൽ തരും. പക്ഷേങ്കിൽ ഒരു കാര്യം, കൊച്ചിനെ ഞാൻ അവളുടെ അടുത്ത് പഠിക്കാൻ വിടുമ്പോൾ നീ വെറുതെ മോടയും കാട്ടി വരരുത്. എടാ, എന്നെയും നിന്നെയും പോലല്ല അവക്ക്. നമ്മളെ രണ്ടുപേരെയും ഒരു പേടിയില്ല. പക്ഷെ മണിക്കുട്ടി, അവളുടെ മുന്നിൽ പുലിക്കുട്ടി വെറും പൂച്ചക്കുട്ടിയാണ്. പൂച്ചക്കുട്ടി. അവളൊന്ന് വെറുതെ നോക്കിയാൽ പോലും നമ്മുടെ പൂ നിന്ന് വിറയ്ക്കും. അവന് പിന്നാലെ ഉമ്മറത്തേക്ക് നടന്നുകൊണ്ട് മാഷ് വാ തോരാതെ സംസാരിക്കുമ്പോഴാണ് പുറത്തേക്കിറങ്ങിയവൻ കയ്യും കെട്ടി എവിടെയോ നോക്കി നിൽക്കുന്നത് മാഷ് കാണുന്നത്. ഇവൻ എന്താണ് ഇത്രയും കാര്യമായി നോക്കുന്നതെന്നറിയാൻ പിന്നാലെ ചെന്ന ആള് അവനൊപ്പം കയറി നിന്ന് വളപ്പിലെ വെട്ടിക്കൂട്ടിയ തടത്തിലേക്ക് എത്തി നോക്കി. പക്ഷെ മുന്നിൽ കണ്ട കാഴ്ചയിൽ മാഷിന്റെ കാൽപാദം മുതൽ ഉച്ച വരെ ഒരു തരിപ്പാണ് കയറിയത്. ഇങ്ങനെയാണോ മണ്ണ് കുഴച്ചുന്നേ? ഇനി വെള്ളമൊഴിക്ക്, എന്നിട്ട് നല്ലോണം കുഴച്ചേ, എന്നിട്ട് ഞെക്കി നോച്ചിയേ സോഫ്റ്റ് ആയോന്ന്. അല്ലേൽ അരി കഴിച്ചൂല. കയ്യിലൊരു ഈർക്കിലിയുമായി പോവും അവൾക്ക് മുന്നിൽ കിളച്ചിട്ട മണ്ണ് വെള്ളമൊഴിച്ചു കുഴയ്ക്കുന്ന മണിക്കുട്ടി. പിന്നെ കണ്ണു പൂവഴിഞ്ഞേ. കൂത്താൻ വേണ്ടി അരിക്ക് റെഡ് കൂത്താൻ, മുത്തശ്ശിക്ക് യെല്ലോ, പിന്നെ ബേം. മണിക്കുട്ടിയുടെ കയ്യിൽ കുഞ്ഞൊരു തല്ലു കൊടുത്ത് അവൾ വലിയ അമ്മച്ചി കളിക്കുകയാണ്. പൊന്ന തല്ലല്ലേ, നോവുന്നു. ഈർക്കിലി കൊണ്ട് കിട്ടിയ തല്ലിൽ കൈ കുടഞ്ഞുകൊണ്ട് പെണ്ണ് ചിണുങ്ങി. അടിമേച്ചണ്ടേല് വേം ഫുഡ് ഉണ്ടാക്കിച്ചോ, അരിക്ക് മെശക്കൂലേ. കുഞ്ഞി പെണ്ണ് പിന്നെയും ഈർക്കിലി പൊക്കിയതും അവൾ വേഗത്തിൽ ചെമ്പരത്തിപ്പൂവും ജമന്തിപ്പൂവും ഒക്കെ ഇലകളിൽ പിച്ചി വെച്ചു. നോക്കിക്കോ, അരിയും പൂവിനെയും ഒക്കെ എടുത്ത് ഞാൻ വല്ല തോട്ടിലും കളയും. ഇങ്ങനെയുണ്ടോ ഒരച്ഛനും മോളും? രണ്ടിനും മൂക്കിൻ തുമ്പിലാണ് ദേഷ്യം. അതെങ്ങനെയാ മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ? പെണ്ണിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയിൽ പിണങ്ങിക്കൊണ്ട് അവൾ ഓരോന്ന് പറയുന്നത് ഇത്തിരി ദൂരെ നിന്ന് നോക്കിക്കാണുകയായിരുന്നു ഹരിയും മാഷും. ഇനി നമുക്ക് ബേക്കോട്ടി വെക്കാമേ. നിരത്തി വെച്ചിരിക്കുന്ന ഇലകളിൽ മണ്ണ് കുഴച്ചതും കുറെ പൂവുമൊക്കെ കഴിഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് അടുത്ത ആവശ്യവുമായി നിന്നു. അത് കേട്ടതും അതുവരെ കയ്യും കെട്ടി നിന്നവർ അടുത്തു നിന്ന മാഷിനെ നോക്കി. പൂവിന് പേടി ഇവളെ അല്ലേ? അവന്റെ ആ ചോദ്യം കേട്ടതും മാഷ് നല്ല വെളുക്കെ അങ്ങ് ചിരിച്ചു. എടാ അതെ, ഇന്നലെ വരെ പൂവിനോളെ ഭയങ്കര പേടിയായിരുന്നു. ഓഹോ, അങ്ങനെയായിരുന്നോ? അത്യാവശ്യം കളിയാക്കലോടെ കണ്ണു വിടർത്തി ഹരി തൂണിലേക്ക് ചാരി നിന്നു. അതേടാ സത്യം, ഞാൻ നിന്നോടെന്തിനാ കള്ളം പറയുന്നത്? മുന്നിൽ കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നെങ്കിലും മാഷ് തോൽക്കാൻ തയ്യാറാത്ത പോലെ വീണ്ടും വാദിച്ചു. അത് ശരിയാ, അല്ലെങ്കിലും അച്ഛനെന്തിനാ എന്നോട് നുണ പറയുന്നത്? ഞാൻ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സത്യം, എന്റെ മോൾക്കവളെ ഭയങ്കര പേടിയാണ്. ഓരോ വാക്കിലും അവൻ കൊടുക്കുന്ന ബലത്തിൽ നിന്ന് തന്നെ അറിയാം ചെറുക്കൻ തന്നെ കളിയാക്കുകയാണെന്ന്. നീ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട, മോൾക്കവളെ പേടിയായിരുന്നു. അതെ അതെ, പേടിയാണ്. അത് പക്ഷേ മോൾക്ക് അവളോടല്ല, അവൾക്ക് മോളോടാണെന്ന് മാത്രം. പൂ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവൾക്ക് അതിനപ്പുറമില്ല. അവൾക്ക് വേണ്ടി വേണമെങ്കിൽ കുളത്തിൽ വരെ പെണ്ണ് ചാടും. പേടിച്ച് കൈയും കാലും വിറച്ചിട്ടും പൂവ് കരയുമോന്ന് പേടിച്ചു മാത്രം തന്റെ കയ്യിൽ ഇരു കൈകളും അമർത്തിപ്പിടിച്ച് കണ്ണുമടച്ച് നിന്നൊരുവളെ അവൻ പെട്ടെന്ന് ഓർത്തു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിക്കുന്നതിനിടയിലാണ് മാഷ് പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്നത് മണിക്കുട്ടിയാണല്ലോ എന്ന് ഓർക്കുന്നത്. കുഞ്ഞിന്റെയും അവളുടെയും കളിയിലും മകനോട് തർക്കിക്കുന്നതിനിടയിലും അവൾ ഇവനെ
അവൾ ഇവിടെ എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്ന സത്യം പറഞ്ഞാൽ മാഷങ്ങ് മറന്നുപോയിരുന്നു. അതൊക്കെ വിട്, എടാ ഇവളെങ്ങനെ ഇവിടെ വന്നു? ഞെട്ടിക്കൊണ്ടായിരുന്നു ചോദ്യം. ബെസ്റ്റ്, അവളെ കാണുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടാണോ അച്ഛൻ ചോദിക്കുന്നത്? കെട്ടിയിട്ടിരിക്കുന്നതിലേക്ക് കേറിയിരുന്നു കൊണ്ട് ഹരി ചിരിയോടെ ചോദിക്കുമ്പോൾ മാഷും ഒപ്പം പോയിരുന്നു. അത് പിന്നെ അപ്പം മറന്നുപോയി, നീ പറ, ഇവൾ എങ്ങനെ വന്നു? അവള് മാത്രമല്ല, ഞങ്ങളും ഉണ്ടേ. അകത്തുനിന്ന് ഇറങ്ങി വരുന്ന ശ്രീധരനെ സീതയും കൂടി കണ്ടതും അയാളുടെ ഞെട്ടൽ പൂർത്തിയായി. നിങ്ങളും ഉണ്ടോ? പകപ്പോടെ നിന്നെങ്കിലും അയാൾ ഓടിപ്പോയി ശ്രീധരനെ ചേർത്ത് പിടിച്ചു. ഒപ്പം സീതയുടെ തോളിലും തട്ടി. ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചാണ് കൈമളേട്ടാ വന്നത്. ഹരി ഏട്ടനോട് കാര്യം പറയാൻ വന്നപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടി പുറത്തേക്ക് ഇറങ്ങി. കുഞ്ഞിപ്പിള്ള രണ്ടും കൂടി കളിക്കാൻ പോയപ്പോൾ ഞങ്ങൾ പറമ്പിൽ പണിക്ക് നിൽക്കുന്നവരുടെ അടുത്തേക്ക് പോയി നിന്നേ ഉള്ളൂ. എന്തായാലും ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. പിണങ്ങിപ്പോയ സഹോദരനെ വിളിക്കാൻ വരുമ്പോൾ മിനിമം ഇത്രയെങ്കിലും സർപ്രൈസ് കൊണ്ട് വേണ്ടേ ഞങ്ങൾ വരാൻ? സീതയുടെ കളിയാക്കൽ കേട്ടതും കൈമള മാഷ് ചമ്മലിൽ കുനിഞ്ഞു നിന്നു. ഇതേ സമയം മണിക്കുട്ടിയെ പുതിയ ഏതോ കറിയുണ്ടാക്കാൻ പഠിപ്പിക്കുകയായിരുന്നു പൂവ്. അതും ഈർക്കിലി കൊണ്ട് തല്ലി തന്നെ. എന്നാലും എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ണിന് നേരെ കണ്ടാൽ വാളും എടുത്തിറങ്ങിയവൻ ആ കൊച്ചിനെയും കാറിൽ കയറ്റിയ ഈ ദൂരം മുഴുവൻ വന്നതെന്ന്. താടിക്ക് കയ്യും കൊടുത്ത് പിന്നെയും പിന്നെയും കൈമള മാഷ് പറയുന്ന കേട്ടതും ശ്രീധരനും സീതയും അയാളെ നോക്കി വെറുതെ ചിരിച്ചു. സത്യം ശ്രീധരാ? എടോ കൈമളെ, താൻ ഇത്ര അത്ഭുതപ്പെടുകയൊന്നും വേണ്ട. ഇവളെ വഴക്ക് പറഞ്ഞതിന്റെ പേരില തന്റെ ഈ ഇറങ്ങിപ്പോക്കെന്ന് അവൻ അറിയാമായിരുന്നു. അപ്പൊ പിന്നെ ചെറുക്കൻ കരുതി കാണും അവളെ കൂട്ടിവന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോകാമെന്ന്. എന്നാലും എന്റെ പൊന്നു കൈമളെ, ഇതിപ്പോ നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനോടാ പിണങ്ങിയെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവൻ അയാളെ ഈ കാലിലിട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ നിർത്തിയേനെ. കാരണം അത്രയ്ക്കിഷ്ടാണ് അവന് തന്നെ. ശ്രീധരൻ പറഞ്ഞതും കൈമളി ചിരിച്ചു. രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ കാണാതായപ്പോൾ അവൻ അനുഭവിച്ച ടെൻഷൻ കരഞ്ഞുകൊണ്ടാണ് ഓടിപ്പിടിച്ച് അവൻ എന്റെ അടുത്തേക്ക് വന്നത്. നേര് പറയാലോ, തലേന്ന് രാത്രി അവൻ കാണിച്ച പരിപാടിക്ക് കൊടുക്കണമെന്ന് മനസ്സിൽ കരുതി നിന്ന ഞാനാണ്. പക്ഷെങ്കിൽ കരഞ്ഞു നിലവിളിച്ച് രാവിലെ അച്ഛനെ കാണുന്നില്ല എന്നും പറഞ്ഞ് അവൻ വന്നു നിന്ന ഒരു നിൽപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ആ നേരത്തെങ്ങണം തന്നെ എന്റെ കയ്യിൽ കിട്ടണം. ചെക്കനെ കരച്ചിന് കിട്ടുന്ന വെച്ച് ഞാൻ താങ്ങിയേനെ. ഹരിയെ ഓർത്തുകൊണ്ട് ശ്രീധരൻ പറഞ്ഞതും കൈമളിന്റെ കണ്ണ് നിറഞ്ഞു. ചേടാ, ഇതിപ്പോ അച്ഛനും മോനും കരയാൻ മോശമല്ലെന്ന് തോന്നുന്നല്ലോ. സീത കളിയാക്കിയതും അയാൾ കണ്ണു തുടച്ചു. പറയാതെ ഞാൻ വന്നത് അവനെ സങ്കടപ്പെടുത്തുമെന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നല്ലോ. പക്ഷെ ചെക്കൻ ഇങ്ങനെയൊക്കെ കേറി പറഞ്ഞപ്പോൾ വല്ലാതെ ഒറ്റപ്പെട്ട പോലെ തോന്നി. ഒപ്പം കൂട്ടാതെ നേരത്തെ പോയവളെ ഒന്ന് വന്ന് കണ്ടില്ലെങ്കിൽ മനസ്സ് കൈവിട്ടു പോകുമെന്ന് തോന്നിയത് കൊണ്ട് പുറപ്പെട്ടതാ. ഇവിടെ വന്ന അവളോട് മോന്റെ രണ്ട് കുറ്റമൊക്കെ പറഞ്ഞ് ഇത്തിരി നേരം ഇരിക്കുമ്പോൾ മനസ്സ് സ്വസ്ഥമാകുമെന്ന് തോന്നി. ആ നേരം അത്രമേ ചിന്തിച്ചുള്ളൂ. അതെന്തായാലും നന്നായി. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഹരിയും മണിക്കുട്ടിയും തമ്മിലുള്ള പ്രശ്നം തീർന്നത്. അത് ശരിയാ. എന്നാലും രണ്ടുപേരും തമ്മിൽ എങ്ങനെയാടാ പ്രശ്നം തീർന്നത്? കൈമളിന് അത് ആലോചിക്കും തോറും മനസ്സമാനം നഷ്ടമായി. ദാ മോൻ വരുന്നുണ്ട്, നേരിട്ട് ചോദിച്ചോ. തങ്ങളെ തിരക്കി വാഴത്തോപ്പിലേക്ക് വരുന്ന ഹരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീത പറഞ്ഞു. ആരുടെ കുറ്റം പറഞ്ഞിട്ട് നിൽക്കുക രണ്ടും കൂടി? അതിപ്പോ ഇവിടെ കുറ്റം പറയാൻ നീ മാത്രമല്ലേ ഉള്ളൂ. ഓ, സമ്മതിച്ചു. കുറ്റം പറഞ്ഞു തീർന്നെങ്കിൽ എല്ലാരും പോരെ, വല്ലതും കഴിക്കാം. എന്നിട്ട് സമാധാനത്തോടെ നമുക്ക് വീണ്ടും കുറ്റം പറഞ്ഞു തുടങ്ങാം. ഹരി ചിരിച്ചപ്പോൾ മറ്റുള്ളവരും പുഞ്ചിരിയോടെ അത് ഏറ്റുപിടിച്ചു. ഓരോന്നൊക്കെ പറഞ്ഞ് ശ്രീധരനും സീതയും മുന്നിൽ നടന്നപ്പോൾ കൈമള് ഹരിയുടെ കയ്യിൽ പിടിച്ചു നിർത്തി. മോനെ, അച്ഛൻ ഒരുപാട് സങ്കടപ്പെടുത്തിയല്ലേ? അവന്റെ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊണ്ടയിടറി. അച്ഛനല്ലല്ലോ, ഞാനല്ലേ. പിന്നെയും അവന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. അച്ഛന് വല്ലാതെ സങ്കടം വന്നിട്ടാ മോനെ. അറിയാം. ഇനി അറിയാതെ പോലും എന്റെ ഭാഗത്തു നിന്ന് അങ്ങനൊന്നും ഉണ്ടാകില്ല അച്ഛാ. പക്ഷേ അച്ഛൻ എന്നെ വിട്ടു പോകല്ലേ. എനിക്ക് അച്ഛനല്ലാതെ ബാക്കിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവന്റെ മനസ്സിൽ എന്താകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് വിട്, നീ മണിക്കുട്ടിയെ എങ്ങനെയാടാ? ബാക്കിയൊക്കെ മനഃപൂർവ്വം മറന്നു കളഞ്ഞുകൊണ്ടുള്ള ഉള്ളിലെ ആകാംക്ഷയിൽ കൈമള് കയറി ചോദിച്ചു. അച്ഛനോട് പറഞ്ഞതിലും അധികം അവളെ ഞാൻ വഴക്ക് പറഞ്ഞതാണ് അച്ഛന് സങ്കടമായതെന്ന് ചേച്ചി പറഞ്ഞു. എങ്കിൽ പിന്നെ ആദ്യം അച്ഛന്റെ ആ സങ്കടം അങ്ങ് തീർക്കാമെന്ന് വെച്ചു.
നേരിട്ട് പോയവളോട് മാപ്പ് പറഞ്ഞു. മാപ്പോ? ഞെട്ടിക്കൊണ്ടായിരുന്നു മാഷിന്റെ ചോദ്യം. നീയോ ഹരി? അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതെ, ഞാൻ തന്നെ. അവളെയും കൂട്ടി ഞാൻ വന്ന് വിളിച്ചാൽ അച്ഛനെല്ലാം മറന്നെന്റെ കൂടെ വരുമെന്ന് ചേച്ചി പറഞ്ഞപ്പോൾ. നമ്മുവോ? അയാളുടെ പുരികങ്ങൾ കൂട്ടിമുട്ടി. അച്ഛനെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ അവളോട് മാപ്പല്ല, ചിലപ്പോൾ ആ കാല് പോലും ഞാൻ പിടിച്ചേനെ. പുഞ്ചിരിയോടെയാണ് പറയുന്നതെങ്കിലും അവന്റെ മുഖത്തെ സങ്കടം അയാളെ ഒന്ന് ഉലച്ചു. ഹരി, എനിക്ക് എന്റെ അച്ഛനെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകണമായിരുന്നു. അതിനാരുടെ മുന്നിലും താഴാൻ എനിക്ക് ഒരു മടിയുമില്ല. ഒപ്പം അവളോട് ദേഷ്യപ്പെട്ടത് തെറ്റാണെന്ന് ഒരു മനസാക്ഷി കുത്തും. എല്ലാം കൂടി ആയപ്പോൾ മുന്നിൽ ചെന്ന് നിന്നങ്ങ് മാപ്പ് പറഞ്ഞു. അവൻ അദ്ദേഹത്തെ നോക്കിയതും അയാൾ അവനെ തോളോട് ചേർത്ത് പിടിച്ചു. നന്നായി, അവളൊരു നല്ല കുട്ടിയാ ഹരി. നിന്റെ കണ്ണിലെ ദേഷ്യം അഴിച്ചു വെച്ച് ഇനി നീ അവളെ ഒന്ന് നോക്ക്. ഇതുവരെ കുറ്റങ്ങളായി നീ കണ്ടുപിടിച്ച പലതും ഒന്നുമല്ലായിരുന്നു എന്ന് ഇനി നിനക്ക് തോന്നും. സന്തോഷത്തോടെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ കാർ ഒഴിഞ്ഞ മേഘം പോലെയായിരുന്നു ഇരുവരുടെയും മനസ്സ്. പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചോറുപൊതി ഓരോരുത്തരായി ഡൈനിങ് ടേബിൾ തുറക്കുന്ന നേരത്താണ് മണിക്കുട്ടിയുടെ ചെവിയിലായി എന്തോ പറയുന്നവളെ ഹരി കാണുന്നത്. വേണ്ട, അച്ഛ വഴക്ക് പറയും പൊന്നാ. പതിയെ ശാസനയോടാണ് പറയുന്നതെങ്കിലും ടേബിളിലിരുന്ന് എല്ലാവരും അത് കേട്ടു. ചോദ്യത്തോടെ ഹരി പുരികം പൊക്കിയതും മണിക്കുട്ടി മെല്ലെ മുഖം താഴ്ത്തി. നിച്ച് ചോറ് വേണ്ട. അതുവരെ മണിക്കുട്ടി വാരി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞവൾ ഒറ്റ നിമിഷം കൊണ്ടാണ് ഇടം തിരിഞ്ഞത്. അതെന്നാ ചോറ് വേണ്ടാത്തത്? ശാസനയോടുള്ള ഹരിയുടെ ചോദ്യത്തിനൊപ്പം തന്നെ ബാക്കിയുള്ളവരും ചോദിച്ചു. പക്ഷെ കുറുമ്പി പെണ്ണ് വാശി പിടിച്ചിരുന്നതല്ലാതെ ആരെയും നോക്കിയില്ല. അവസാനം ഒന്നും രണ്ടും പറഞ്ഞ് ഹരി ദേഷ്യപ്പെടാൻ തുടങ്ങിയതും കുഞ്ഞിപ്പെണ്ണ് ചുണ്ടു പിളർത്തി കരയാൻ തുടങ്ങി. അവളുടെ കണ്ണൊന്നും നിറഞ്ഞോന്ന് പോലും അറിയില്ല. അതിനു മുമ്പ് കസേരയിൽ ഇരുന്നവൾ ചാടി പിടിച്ച് എഴുന്നേറ്റു. ഞാനിപ്പോ വരാം. ഇവളിത് എവിടേക്കാ ഓടുന്നത്? എങ്ങോട്ടോ പാഞ്ഞോടുന്നവളെ നോക്കി ബാക്കി എല്ലാവരും പരസ്പരം ചോദിച്ചപ്പോൾ എന്തോ മനസ്സിലായ പോലെ ഹരി മാത്രം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. ഇത്തിരി കഴിഞ്ഞതും പെണ്ണ് ഒരു ഇലയുമായി കയറി വരുന്ന കണ്ടു. കഴിക്കാനെടുത്തപ്പോൾ പാതിയിട്ട് ഓടി പുറത്തുപോയി കൊണ്ടുവരുന്ന ഇലയിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ എല്ലാവരും അതിലേക്ക് എത്തി നോക്കി. ഈ കല്ലും മണ്ണും പൂവുമൊക്കെ എന്തിനാ കുഞ്ഞേ? സീത അമ്പരപ്പോടെയാണ് ചോദിച്ചത്. അത് പിന്നെ സീതമ്മേ, ഞങ്ങള് മുന്നേ കളിച്ചപ്പോൾ ഉണ്ടാക്കിയ ചോറും കറിയുമാണ്. അതോടെ ഇവിടെ കൊണ്ടുവെക്കാനെന്ന് പറഞ്ഞ മോള് കരഞ്ഞത്. കുഞ്ഞ് കഴിച്ചു തീരുന്നവരെ ഇവിടെ ഇരുന്നോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോയി. പൂവിന്റെ മുഖം അങ്ങ് മാറി. കൊണ്ടുപോയി നിന്റെ കണ്ണ് കഴിച്ചോളും, ഹരി പല്ല് കടിച്ചു പറഞ്ഞതും മണിക്കുട്ടി പെട്ടെന്ന് മുഖം താഴ്ത്തി. അച്ഛനല്ലേ പറഞ്ഞത് ഇവളെ വഴക്ക് പറയരുതെന്ന്. ഇങ്ങനെ ഓരോന്ന് കാണിച്ചാൽ പിന്നെ ഞാൻ എന്താ പറയണ്ടേ? അച്ഛൻ നോക്കിക്കോ, ഇനിയാ ശരിക്കും ഇവളെന്റെ വായിൽ നിന്ന് ഓരോന്നൊക്കെ കേൾക്കാൻ പോകുന്നത്. ദേഷ്യത്തോടെ പറയുന്ന മോനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ കൈമൾ ഹരിയെയും കുഞ്ഞിനെ ഓരോന്ന് കാണിച്ച് ആഹാരം കൊടുക്കുന്ന മണിക്കുട്ടിയെ മാറി മാറി നോക്കി. തിരിച്ചു വരുന്ന വഴിയാണ് ദേവൻ തിരുമേനിയുടെ ഇല്ലത്തും കൂടി കയറിയത്. അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞ് നേരം വൈകിയാണ് വീട്ടിലേക്ക് ഇറങ്ങിയത്. തിരിച്ചു പോരുന്ന വഴിയിൽ ഒരു തട്ടുകടയിൽ കയറി ഫുഡും കഴിച്ചു. ഈ നേരമൊക്കെ മണിക്കുട്ടിയുടെ കഴുത്തിൽ കൈ വിട്ട് ചുറ്റിപ്പറ്റി നിന്നതല്ലാതെ പൂവിനെ കൊണ്ട് പ്രത്യേകിച്ചൊരു ശല്യവും ആർക്കുമില്ലായിരുന്നു. പക്ഷെ അതേ നേരം അവള് മണിക്കുട്ടി ശരിക്ക് വട്ടം കറക്കി. തട്ടുകടയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന നേരത്താണ് ആരോ ബുൾസേ ചോദിക്കുന്നത് മോള് കണ്ടത്. കുഞ്ഞിപ്പെണ്ണത് കണ്ടപ്പോൾ അപ്പം വേണം. ചൂടോടെ കൊണ്ടുവന്ന് വെച്ച സാധനം ഊതി ഊതി മണിക്കുട്ടി കൊടുത്തെങ്കിലും അതിന്റെ മഞ്ഞ മുഴുവനായിട്ട് വേണമെന്ന് പറഞ്ഞ് പെണ്ണ് വഴക്ക് കെട്ടാൻ തുടങ്ങി. അതൊരിക്കലും മോളെ കൊണ്ട് പറ്റില്ല എന്നറിഞ്ഞ് പെണ്ണ് എന്തൊക്കെ പറഞ്ഞിട്ടും പൊടി കൂട്ടാകണ്ടേ. അവസാനം നിവൃത്തിയില്ലാതെ അതൊരു സ്പൂണിലാക്കി മണിക്കുട്ടി വായിലേക്ക് വെച്ചു കൊടുത്തതും കുഞ്ഞിപ്പെണ്ണ് ഒരൊറ്റക്കടി ടപ്പേന്ന് പറഞ്ഞ് അതങ്ങ് പൊട്ടിപ്പോയി. പോരേ പൂരം, എന്റെ മുട്ട പൊട്ടിപ്പോയി, കണ്ണു പൊട്ടിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം. കുഞ്ഞ് കരയുന്ന കണ്ടതും ഒപ്പം ഇരുന്നവൾ അവക്ക് മുന്നേ കരയാൻ തുടങ്ങി. അവസാനം ഹരിയുടെ ഒച്ച പൊങ്ങേണ്ടി വന്നു 2-3 കരച്ചിൽ നിർത്താൻ. അങ്ങനെ കരഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറിയത് കൊണ്ടാവും രണ്ടും ഇത്തിരി കഴിഞ്ഞപ്പോഴേ ഉറങ്ങിപ്പോയി. ഇതുങ്ങൾ രണ്ടും ഉറങ്ങിയെന്ന് തോന്നുന്നു. ഷോളും കൊണ്ടൊക്കെ ഒന്ന് പൊതിഞ്ഞു വെച്ച് പരസ്പരം ഒട്ടിയിരിക്കുന്നവരെ കണ്ട് സീത പറഞ്ഞതും ശ്രീധരൻ ശരിവെച്ചു.
ഒന്നാമത് പൂവിന് വാശി കൊട്ടും കുറവില്ല. കൂടെ കൊണ്ട് നടന്നവൾക്ക് അവൾ പറയുന്നതാണ് വേദവാക്യം. ഹരി അച്ഛനെ നോക്കി പറയുമ്പോൾ കാര്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. കൊച്ചു കുഞ്ഞല്ലേ ഹരി, നീ ചുമ്മാ പോയെ. മാഷ് ആവശ്യത്തിലധികം അതങ്ങ് പുച്ഛിച്ചു കളഞ്ഞു. ഉം പൂവ് കുഞ്ഞ, അവളെ എടുത്തോണ്ട് നടക്കുന്നവൾ അതിലും കുഞ്ഞ്. പീറുപിറുത്തുകൊണ്ട് മാഷ് പറയുന്നത് അവൻ പറഞ്ഞതൊക്കെ മാഷ് കേട്ടെങ്കിലും കൂടുതൽ അങ്ങോട്ടങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയില്ല. രാത്രി ഏറെ വൈകി വീട്ടിലെത്തുമ്പോൾ മണിക്കുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുക്കാൻ നോക്കിയെങ്കിലും കുഞ്ഞിപ്പെണ്ണ് അവളെ വട്ടം ചുറ്റിപ്പിടിച്ച് കിടന്നു. അവസാനം നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഹരി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയത്. പിറ്റേന്ന് മുതൽ എല്ലാം പഴയ പോലെയായി. ആകെ ഒരു വ്യത്യാസമുണ്ടായത് ഹരി വീട്ടിലുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് വന്നിരുന്നവൾ അതില്ലാതെ ഇപ്പോൾ ഓടിച്ചാടി ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ രാവിലെ വന്ന് മോളെ എടുത്തുകൊണ്ട് പോകുന്നവൾ രാത്രിയായാലും കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരില്ല. അതുകൊണ്ട് ഇപ്പോൾ വൈകുന്നേരമാകുമ്പോഴേ ഹരി അവിടേക്ക് പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരും. മിക്കവാറും പെണ്ണ് കരഞ്ഞു കൂവി തുടങ്ങിയാണ് വരുന്നത്. ആ നേരം ഹരിയോടെ ദേഷ്യത്തോടെ നോക്കി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മണിക്കുട്ടി ഇപ്പുറത്തേക്ക് പോരും. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞിന് ആഹാരമൊക്കെ കൊടുത്ത് ഡ്രസ്സ് മാറ്റി മേലൊന്ന് തുടച്ചവളെ ഉറക്കിയിട്ടേ തിരിച്ചു പോകുള്ളൂ. താനിനി പഠിക്കാനൊന്നും പോകുന്നില്ലേ? അങ്ങനെ ഒരു ദിവസം മോളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് ഹരി ചോദിച്ചത്. സാധാരണ മാഷാണ് അവളെ തിരികെ വീട്ടിലേക്കാക്കുന്നത്. ഇതിപ്പോ ചേച്ചിയുമായി വീഡിയോ കോളിലായതുകൊണ്ടാണ് ഹരിക്ക് വരേണ്ടി വന്നത്. ഹരി ഒപ്പം വരുന്നത് കൊണ്ട് തന്നെ ഇന്നീ നടവഴിക്ക് ഒരുപാട് ദൂരമുള്ള പോലെ തോന്നി അവൾക്ക്. എങ്ങനെയെങ്കിലും ഓടി സീതമ്മയുടെ അടുക്കിലേക്ക് എത്താൻ വേണ്ടി കാലു നീട്ടി വലിച്ച് നല്ലോണം ധൃതിയില അവള് നടന്നത്. നേരത്തെയൊക്കെ കൺമുന്നിൽ ചെന്ന് പെട്ടാൽ ചീത്ത കേൾക്കും എന്ന പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ താൻ മുന്നിലുണ്ടായാലും ഇല്ലെങ്കിലും പൂവിനെ എന്ത് കാര്യത്തിൽ ചീത്ത പറഞ്ഞാലും അതിന്റെ ഒരു പങ്ക് തനിക്കെന്ന പോലെ തന്റെ പേരിലും ചീത്ത വിളിക്കാറുണ്ടെന്ന് മാഷച്ചൻ സ്ഥിരമായി പറയുന്നുണ്ട്. അങ്ങനെ പേടിയോടെ നടക്കുന്നതിനാണ് അവൻ ഇങ്ങനെ കയറി ചോദിച്ചത്. പഠിത്തമൊന്നും നിർത്തിയിട്ടില്ല, പക്ഷെ അത് മുന്നോട്ട് തുടരണമെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. അവള് പറയാതെ പറഞ്ഞുപോയ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും അവളുടെ നിത്യവരുമാനം വിറ്റതാണ് തന്റെ അലമാരിക്കുള്ളിൽ ഇപ്പോഴും ഇരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വന്നതും അവന് വല്ലാത്തൊരു ഉൾക്കുത്തു തോന്നി. ഇതിപ്പോ ക്ലാസ് ഒരുപാട് പോയില്ലേ? ഉം 1 മാസത്തോളം. അതിനെ എങ്ങനെ കോപപ്പ് ചെയ്യാനാണ് തന്റെ പ്ലാൻ? ഉം തൽക്കാലം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് പിടിച്ചു നിൽക്കാം. അത് ആൽബിച്ചേട്ടൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ചത്തേക്ക് തീർത്ഥാടന പോയ അവളുടെ അമ്മ എന്തോ വയ്യാഴിക കൊണ്ട് അമ്മാവന്റെ വീട്ടിൽ പിന്നെയും 2-3 ആഴ്ച നിന്നേ വരുള്ളൂ എന്നെപ്പോഴോ അവൾ വിളിച്ചപ്പോൾ പറഞ്ഞത് അച്ഛൻ പറഞ്ഞ് താൻ കേട്ടിരുന്നു. ഉർവശി ശാപം ഉപകാരം എന്ന പോലെ അവൾക്കത് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. ഒന്നിന്റെ പേരിലും പഠിത്തം മുടക്കരുത്. ഇല്ല, പെൺകുട്ടികൾ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണം. സ്വന്തം വരുമാനം കൊണ്ട് വാങ്ങുന്ന ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും അത് തരുന്നൊരു സന്തോഷം ഭർത്താവിന്റെ മുന്നിൽ കയ്യും നീട്ടി കിട്ടുന്ന ലക്ഷങ്ങൾക്ക് പോലും തരാൻ പറ്റില്ല. ആ ഒരു ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവണം. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ അവൾ ഇനി പഠിത്തം മാറ്റിവെക്കുമോ എന്നുള്ള ആശങ്കയിൽ അവൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവൻ തന്റെ പഠിത്തത്തെക്കുറിച്ച് തിരക്കിയതിന്റെ സന്തോഷത്തിൽ അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വിടർന്നു. നന്നായി ഇട്ടി, കേറിപ്പൊക്കോളൂ. വീട്ടുവാതിൽ വരെ വിട്ടവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഓടി അകത്തേക്ക് കയറി. അവൾ പോയ വഴിയിലേക്ക് നോക്കി നടക്കവേ അവൻ ഫോൺ എടുത്ത് ആൽബിയെ വിളിച്ചു. വളരെ കുറഞ്ഞ വാക്കിൽ 1-2 കാര്യങ്ങൾ. ഞാനൊന്ന് നോക്കിയിട്ട് പറയാമെടാ, ആൽബി പറഞ്ഞ് ഫോൺ വെക്കുമ്പോൾ നാളുകൾക്കിപ്പുറം ഒരിത്തിരി മനസ്സമാനം തോന്നി അവന്. അപ്പോ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സോറി, ഇത്തിരി താമസിച്ചു പോയി. സോറി.